ജീസസും ഒരു ലേഡിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. 2 പ്രോഗ്രാം ഞങ്ങൾ ജസ്റ്റ് അത് കഴിഞ്ഞ് വേറൊരു പ്രോഗ്രാം. രാജി കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. ഇവിടെ കാണുന്നില്ല പുതിയതായിരുന്നു. അതാണ് ഇങ്ങനെ കാണാൻ വൈകിയത് പോയല്ലേ? അത് കുഴപ്പമില്ല. നീ അതിന്റെ ആ ഭാരം തന്നേ. ഞാൻ കുഴപ്പമില്ല, തന്നേക്കുന്നേ. എന്റെ ജോലിയാണ് നിങ്ങളെ നിങ്ങൾ പോലുള്ള ആൾക്കാരുടെ ഭാരങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. നിങ്ങൾ തന്നെ ഇത് തന്നെ. ഇല്ല, ഞാൻ നിങ്ങളുടെ അടുത്തില്ലേ? നീ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാം എങ്ങനെ ഞാൻ സൂക്ഷിച്ചോളാം. ഇല്ല, കുഴപ്പമില്ല, ഞാൻ സൂക്ഷിച്ചോളാം. നിനക്ക് നല്ല ഫ്രീ തോന്നുന്നല്ലേ? ആണോ? വെറുതെ ഒത്തിരി ഭാരങ്ങൾ ചുമത്തോണ്ടാണ് എനിക്ക് ഇത്രയും പ്രയാസം തോന്നിയത്. എന്തിനാ ഇത്ര ഭാരങ്ങൾ ചുമന്ന് നടക്കുന്നത്? എന്താണ് എന്താണ് ഈ ഓൾറെഡി എല്ലാം ഉപേക്ഷിച്ചതല്ലേ? പിന്നെ അതിനകത്ത് എന്തിനാണ് പ്രത്യേകിച്ച് എടുക്കുന്നത്? ഇല്ല, നിന്റെ ഭാരങ്ങളെല്ലാം നീ ഇറക്കി വെച്ചത് നീ ഫ്രീ ആയിട്ട് നിൽക്കുമല്ലേ? നീ ഒരു വിഷയമായിട്ട് മാത്രമാണ് നീ അനുഭവിക്കുന്നത്. നിന്റെ രാജ്യം രാജി, നീ എന്താണ് കാണിക്കുന്നത്? ഞാൻ എന്തിനാണ് നോക്കുന്നത്? നിന്റെ ഉള്ളിലെ ഭാവങ്ങളെല്ലാം ഞാൻ നോക്കുന്നു. ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, ഈ ലോകത്തിൽ ഞാൻ ഫൈറ്റ് ചെയ്തത്, ഈ ലോകത്തിൽ ഞാൻ കുറിച്ച് അർപ്പിക്കപ്പെട്ടതെല്ലാം നിങ്ങളുടെ എല്ലാം ഭാരങ്ങൾ ചുമക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ എല്ലാ ഭാവങ്ങളെ ഞാൻ വഹിച്ചതാണ്. പിന്നെ വീണ്ടും നിങ്ങൾ ഓരോ വിഷയങ്ങളായിട്ട് ഓരോ ആഗ്രഹങ്ങളും താല്പര്യങ്ങളായിട്ട് നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും നീ ഒരിക്കലും നീ ഇറക്കി വെച്ച ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചാണ്. പിന്നത്തേതിൽ നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ട്? ദൈവങ്ങളെ സ്വന്തം നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മളെ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട അഭിഷേകപ്പെട്ട ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുമ്പോൾ ജീവിതത്തിൽ ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചില നമ്മുടെ ആഗ്രഹങ്ങൾ താല്പര്യം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിലേക്ക് അതിലേക്ക് പോവുകയും അത് മുഖാന്തരം നമ്മുടെ ആത്മീയ ജീവിതം എന്താണ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചത് പിന്നത്തേതിൽ നമ്മൾ അതിലേക്ക് ഒരിക്കലും മടങ്ങി പോകാനായിട്ട് നമ്മൾ പാടില്ല. ഇനി ഒരു എക്സസൈസ് കൂടെ ഉണ്ട്. ഇത് ഒരു എക്സസൈസ് ആണ്. രാജീവ് എക്സസൈസ് താല്പര്യമാണല്ലോ, താല്പര്യത്തോടെയാണ് വന്നിരുന്നത്. അപ്പോൾ 2-3 സ്റ്റെപ്പുകളുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ പ്രൊസീജിയർ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അതിലൊരു മാറ്റം സംഭവിക്കത്തുള്ളൂ. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയും വിശ്വാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസം ഉണ്ടെന്ന് പറയും. ഇങ്ങനെ സ്പീഡിലേക്ക് ഇങ്ങനെ വിശ്വാസം രാജ്യക്ക് തീർച്ചയായും വിശ്വാസമുണ്ടോ? കർത്താവ് യേശു ക്രിസ്തു വിശ്വാസമുണ്ടോ? തീർച്ചയായും പൂർണ്ണമായും വിശ്വാസം. താങ്കൾ തിരിഞ്ഞിരിക്കും, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. താങ്കൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. താങ്കൾ എൻ്റെ അടുത്തേക്ക് നടന്നു വരൂ. പറയും മുന്നോട്ട് തിരിഞ്ഞു നോക്കാതെ. ഓക്കെ, വിശ്വാസമുണ്ടല്ലോ? കടപ്പിലേക്കു തിരിഞ്ഞു നോക്കരുത്. ഇനി നിന്നടുത്ത് നിന്ന് തന്നെ നിങ്ങളുടെ കാല് മൂവ് ചെയ്യരുത്. പുറകിലേക്ക് മറി. വിശ്വാസമുണ്ടോ? ഉറപ്പാണല്ലേ? തീർച്ചയാണല്ലോ. പറഞ്ഞോളൂ. വിശ്വാസമുണ്ടോ? ഉറപ്പാണല്ലോ?
വിശ്വാസം ഉണ്ടല്ലോ? തീർച്ചയാണ്. രാജ്യ വിശ്വാസം ഉറപ്പാണ്. ഇനി അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാല് നമ്മളെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്ന മനസ്സിലായോ? അപ്പൊ ആദ്യം ചെറിയ ചെറിയ സ്റ്റെപ്പ്. ഇനി അടുത്ത എക്സസൈസ്. ഓക്കെ, വിശ്വാസം ഉണ്ടല്ലോ? രാജ്യം പഠിക്കാറിയുള്ളതോ പുറകോട്ട് വന്നു. വിശ്വാസമുണ്ടോ? കർത്താവ് വിശ്വാസമുണ്ടോ? കർത്താവ് താങ്ങുന്ന വിശ്വാസമുണ്ടോ? എന്നാൽ പുറകോട്ട് വന്നു. കർത്താവ് വിശ്വാസമുണ്ടോ? രാജ്യവിശ്വാസം എന്താണ്? നേരത്തെ ആൾ കർത്താവ് കൂടെയാണെന്ന് പറഞ്ഞപ്പോൾ രാജ്യവിശ്വാസം ഉണ്ടായില്ലേ? പുറകിൽ ആളില്ലെന്ന് നമുക്ക് രാജ്യവിശ്വാസം ഇല്ലയോ? രാജ്യവിശ്വാസം പോകുന്നതല്ല. ഇവിടെ മറുപടി ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇതിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി. നമ്മളെ പലപ്പോഴും ഇതാണ് നമ്മുടെ പത്രോസ് അല്ലേ, പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ പത്രോസ് കർത്താവിനെ നോക്കി നടന്നപ്പോൾ എന്ത് ചെയ്തു? പത്രോസ് സമുദ്രത്തിൽ കൂടെ ഒരു നിമിഷം എന്ത് ചെയ്തു? കർത്താവിൽ നിന്ന് ഉള്ള ചിന്ത മാറിയപ്പോഴേക്കും പത്രോസ് എന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. നമ്മളും അങ്ങനെയാണ്. നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. എല്ലാം ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ഒന്നുമില്ലാത്ത ഒരു ബ്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾക്ക് പൂർണ്ണമായിട്ട് ആ വിശ്വാസത്തോടെ നിൽക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണെന്ന് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലാത്ത വിശ്വാസമെല്ലാം സ്വതന്ത്രം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതുപോലെ എന്താണ് നഷ്ടപ്പെട്ടു പോകുന്ന, പൊളിഞ്ഞു പോകുന്ന വിശ്വാസമാണ്. സ്വതന്ത്രം ഈ പ്രോഗ്രാം നമ്മളെ സഹായിക്കുകയും എന്തെങ്കിലും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട്